ഫയർ ഇപ്പൊ എല്ലാവരുടെ ഇടയിലും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ലൂസിഫർ എന്ന് പറയുന്നത്. ഒരുപാട് സിനിമകൾ അതിനെപ്പറ്റി പ്രതിപാദിക്കുകയുണ്ടായി. ഇത് ശരിക്കും ബൈബിളിലുള്ള ഒരു പേരാണോ? ബൈബിളിലുള്ള ഒരു കഥാപാത്രമാണോ ലൂസിഫർ? ഇത് എല്ലാവരുടെയും ഒരു സംശയം തന്നെയാണ്. നമ്മൾ ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ്. ഈ ലൂസിഫർ എന്നൊരു പേര് വേദപുസ്തകത്തിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ഉപയോഗിക്കുന്ന മലയാളം ബൈബിളിലോ ഇംഗ്ലീഷ് ബൈബിളിലോ ലൂസിഫർ എന്ന പേര് നമ്മൾ പരിധിയാൽ കിട്ടുക. ഇത് വന്നത് എവിടുന്നാണെന്ന് ചോദിച്ചാല് യെശയ്യാപ്രവചനത്തിൽ ബാബേൽ രാജാവിനെ ഫൽസിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു ഗാനമുണ്ട്. അത് യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിലാണ്. 14-12 മുതലുള്ള ഭാഗത്ത് 14 ആദ്യം മുതൽ തന്നെ നമ്മൾ വായിക്കണം. ബാബേലിൽ ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാരെ ഫൽസിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു ഗാനമാണ്. അത് പലരും അതിനെക്കുറിച്ച് പറയുന്നു. ഒന്നുകിൽ ബാബേലിലെ 1ാമത്തെ രാജാവായ നെബൂഖദ്നേസറോ, ഇല്ലെങ്കിൽ ബാബേലിലെ അവസാനത്തെ രാജാവായി ചരിത്രത്തിൽ പേരുള്ള നബൂഖദ്നേസർ എന്ന് പറഞ്ഞ രാജാവ്, ആ രാജാവിനെയോ ഫൽസിച്ചെഴുതിയതായിരിക്കാം ആളുകൾ പറയുന്നത്. അപ്പൊ അവനെ ഫൽസിച്ചെഴുതിയപ്പോഴത്തേക്ക് അവനെ വിളിച്ച ഒരു പേരുണ്ട്, അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റു നിലം പതിച്ചു എന്ന് പറഞ്ഞാൽ ഈ ബാബേൽ രാജാക്കന്മാരുടെ അഹങ്കാരത്തെ കുറിച്ചാണ് അവർ പ്രത്യേകിച്ച് പ്രതിപാദിച്ചത്. അപ്പോ അരുണോദയ പുത്രനായ ശുക്ര എന്ന് പറഞ്ഞാൽ ശുക്ര നക്ഷത്രമാണ്. അത് നമുക്കറിയാം. പ്രഭാതത്തിൽ നമ്മൾ ആകാശത്ത് കാണുന്ന പ്രധാന ഒരു നക്ഷത്രം, ഏറ്റവും വെളിച്ചം കൂടിയ ഒരു നക്ഷത്രമാണ്. പഴയ കാലഘട്ടങ്ങളിൽ കപ്പൽ യാത്രക്കാരൊക്കെ ഇത് കണ്ടുകൊണ്ടാണ് ദിശകൾ നോക്കുന്നതും മനസ്സിലാക്കുന്നതും പ്രഭാതമായോ ഇല്ലയോ എന്നൊക്കെ അറിയുന്ന ഈ പ്രഭാത നക്ഷത്രം. ആ പ്രഭാത നക്ഷത്രത്തെ വിളിക്കുന്ന പേരാണ് അരുണോദയപുത്രൻ. അരുണോദയപുത്രൻ എന്ന് പറഞ്ഞാൽ അരുണോദയത്തിന്റെ, അതായത് പ്രഭാതത്തിന്റെ പുത്രൻ, സൺ ഓഫ് ദ റൈസിംഗ് സൺ. ഇപ്പം പ്രഭാതം, സൺ ഓഫ് മോർണിംഗ്, പ്രഭാതത്തിന്റെ പുത്രൻ എന്നുള്ള അർത്ഥത്തിലാണ് അരുണോദയപുത്രന്റെ എഴുതിയിരിക്കുന്നത്. അത് വേദപുസ്തകത്തിൽ ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും അരുണോദയപുത്രൻ, ഇംഗ്ലീഷിലാണെങ്കിൽ ദ സൺ ഓഫ് മോർണിംഗ് എന്നാണ്. എന്നാൽ ഇത് ഏതാണ്ടൊരു 4-ാം നൂറ്റാണ്ടോടുകൂടി ആയപ്പോഴത്തേക്ക് ഈ ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിരിക്കുന്ന വേദപുസ്തകം ലത്തീൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. അന്നത്തെ പോപ്പാണ് അധികാരപ്പെടുത്തുന്നത്. അന്നത്തെ വിശുദ്ധ ജെറോം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ജെറോമിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം കത്തോലിക്ക സഭ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചത്. ജെറോം വളരെ ഭാഷാ പണ്ഡിതനാണ്. അപ്പൊ അദ്ദേഹമാണ് ഈ ഗ്രീക്ക് ബൈബിളിനെ, അഥവാ പഴയ നിയമ എബ്രായ ബൈബിൾ, അതും ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്ത് ആ ഗ്രീക്ക് ബൈബിളിനെ ലത്തീൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. ആ ലത്തീൻ ഭാഷയിലേക്ക് അവിടെ തർജ്ജമ ചെയ്തപ്പോൾ അരുണോദയ പുത്രൻ എന്നുള്ളതിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഹൈലാൽ എന്നാണ്. ഹൈലാൽ, അതാണ് നമ്മൾ മലയാളത്തിലേക്ക് അരുണോദയ പുത്രൻ എന്ന് പറയുന്നത്. ഹൈലാൽ എന്നുള്ള പദത്തിന്റെ നേരിട്ടുള്ള തർജ്ജമ ലത്തീൻ ഭാഷയിൽ ലൂസിഫർ എന്ന്. ലൂസിഫർ ശരിക്കും ഒരു മലയാളം വാക്കല്ല, മലയാളം വാക്കുമല്ല, ഗ്രീക്കുമല്ല, ഹീബ്രുവുമല്ല. ലൂസിഫർ എന്ന പദം ലത്തീൻ വാക്കാണ്. അത് എന്നാണ് 4-ാം നൂറ്റാണ്ടോട് കൂടി മാത്രമാണ് പ്രചാരത്തിൽ വരുന്നത്. അതിനുശേഷം ഇത് പലരും എടുത്ത് ഉപയോഗിക്കാറുണ്ടെങ്കിലും അതിന് പ്രചാരം സിദ്ധിച്ചത് നമ്മുടെ പ്രസിദ്ധനായ ഇംഗ്ലീഷ് കവി ജോൺ മിൽട്ടൺ, ഇതിഹാസ കവി. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പാരഡൈസ് ലോസ്റ്റ് ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. പരീസാ നഷ്ടം ഏതാണ്ട് വേദപുസ്തകത്തോടടുത്ത് ആളുകൾ വായിക്കപ്പെടുന്ന ഒരു പ്രസിദ്ധമായ കൃതിയാണ് ഈ പാരഡൈസ് ലോസ്റ്റ്. ആ പാരഡൈസ് ലോസ്റ്റിൽ ജോൺ മിൽട്ടൺ ഈ പിശാചിനെ വിളിക്കുന്നത് ലൂസിഫർ, ലത്തീനിലെ ഈ പേരെടുത്ത് ലൂസിഫർ എന്ന് വിളിക്കാൻ. ശരിക്കും ബൈബിൾ അനുസരിച്ച് പിശാചിന്റെ യഥാർത്ഥ പേരാണോ ലൂസിഫർ? കാരണം പലപ്പോഴും പ്രസംഗിച്ച് കേട്ടിട്ടുള്ള അരുണോദയ പുത്രൻ എന്ന് വിളിക്കപ്പെടുന്നത് പിശാചിനെ പറ്റിയാണ്, ലൂസിഫർ എന്ന് പറയുന്നതിനാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ബൈബിൾ അനുസരിച്ച് സാത്താനുള്ള ഒരു വേറൊരു പേര് തന്നെയാണോ ലൂസിഫർ? അത് പറയാം. അതിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇത് ഈ ഭാഗം എന്ന് പറയുന്നത് ബാബേൽ രാജാവിനെ ഫൽസിച്ചെഴുതിയിരിക്കുന്ന ഒരു ഗാനമാണ്. അപ്പൊ അരുണോദയ പുത്രനെ കുറിച്ച് ചില പരാമർശങ്ങൾ ആ ഭാഗത്ത് തന്നെ യേശയ്യാ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങൾ നമ്മൾ വായിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. ഒരിക്കലും ഒരു മനുഷ്യ രാജാവ്, ഒരു മനുഷ്യൻ ഈ പറഞ്ഞ പ്രത്യേകതകളുള്ള ഒരു മനുഷ്യൻ ലോകത്തിൽ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ചും ബാബേലിലെ ഒരു രാജാവും ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു രാജാവും ആയിരുന്നില്ല. പിന്നെ
ഇതിന്റെ പിന്നിൽ അഥവാ അന്ന് അഹങ്കാരികളായിരുന്ന ഈ ബാബേൽ രാജാക്കന്മാരുടെ പിന്നിൽ വ്യാപരിച്ച ഒരു ശക്തി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒരു അന്ധകാര ശക്തി എന്ന് പറഞ്ഞൊരു ദൈവത്തിനെതിരെ നിൽക്കുന്ന ഒരു ശക്തി ഇവനിൽ വ്യാപരിച്ചത് കൊണ്ടാണ് അവനെ ശപിച്ചത്. അങ്ങനെയാണ് ഈ ശാപഗീതം ഉണ്ടാകുന്നത്. അപ്പൊ ആ വ്യക്തി, അവന്റെ പിന്നിൽ വ്യാപരിച്ച ആ വ്യക്തി, അതാണ് അരുണോദയ പുത്രൻ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ അവനെ ലൂസിഫർ, പിശാചിനെ ലൂസിഫർ എന്ന് വിളിക്കുന്നത്. അത് വേദപുസ്തകം നമ്മൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാകുന്ന ഭാഗമാണ്. അത് ഭാഗം ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 12 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് ഓടിച്ചു വായിക്കും. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തി കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് ഏതാണ്ടൊരു 5 കൂട്ടം കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒന്ന് എടുത്ത് ഒന്ന് പറയാം, ഒന്ന് ഓടിച്ചു പറയാം. നമ്മുടെ സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ ഒന്ന് ഓടിച്ചു പറയാം. ഒന്ന്, അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഞാൻ സ്വർഗത്തിൽ കയറും. നമുക്കറിയാം, സ്വർഗം എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന്റെ അധിവാസ കേന്ദ്രമാണ് സ്വർഗം എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ സ്വർഗം തന്നെ കുറഞ്ഞതും 3 എന്നാണ് പറയുന്നത്. ഇനി അതിൽ കൂടുതൽ പറയുന്ന ആളുകളുമുണ്ട്. കുറഞ്ഞതും 3. ഒന്ന്, നമ്മുടെ ഈ അന്തരീക്ഷം അഥവാ വായുമണ്ഡലം, വായുവുള്ള സ്ഥലം, നമ്മുടെ പക്ഷികളൊക്കെ പറക്കുന്ന സ്ഥലം വരെയും അതിനെ സ്വർഗമെന്ന സത്യത്തിൽ വിളിക്കും, സ്വർഗമെന്ന് വിളിക്കും. 2, നക്ഷത്രങ്ങൾ നിൽക്കുന്ന സ്ഥലം, നക്ഷത്രങ്ങൾ, അതിനെ അതും സ്വർഗമെന്നാണ് വിളിക്കുന്നത്. ഒരുപക്ഷെ നമുക്കതിന് ബഹിരാകാശമെന്നോ ഒക്കെ നമുക്ക് വിളിക്കാവുന്ന ആ സ്ഥലം. അതിന്റെയും മുകളിലായിട്ടാണ് സ്വർഗം അഥവാ ദൈവം വസിക്കുന്ന ഇടം, 3-ാം സ്വർഗം. അതുകൊണ്ടാണ് നമ്മൾ 3 സ്വർഗം ഉണ്ട് എങ്കിലും ഉണ്ടായിരിക്കണം നമ്മൾ പറഞ്ഞത്. 1-ാം സ്വർഗവും 2-ാം സ്വർഗവും 3-ാം സ്വർഗവും. അപ്പൊ ഞാന് 3-ാം സ്വർഗത്തിൽ, അപ്പം സ്വർഗത്തിൽ കയറുമെന്ന് പറഞ്ഞാൽ 3-ാം സ്വർഗത്തിൽ കയറുമെന്ന്. ഈ അന്തരീക്ഷത്തിൽ പോലും അക്കാലത്ത് കയറത്തക്ക നിലയിൽ ആരും കണ്ടുപിടിച്ചിട്ടില്ല, അന്ന് വിമാനം കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല. ബഹിരാകാശത്തെ കുറിച്ച് ചിന്തിക്കാനും വയ്യ. അപ്പൊ പിന്നെ സ്വർഗാദി സ്വർഗം അഥവാ ദൈവം വസിക്കുന്ന ഇടത്തെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ പൗലോസ് അവിടെ പോയെന്ന് പറയുന്നതും ശരീരത്തോടു കൂടിയല്ല, അത് തനിക്ക് അറിഞ്ഞുകൊള്ളുന്നാ പറയുന്നത്. അതൊരു ദർശനത്തിലാണ് പറയുന്നത്. അപ്പൊ അവിടെ ദൈവം വസിക്കുന്ന ഇടമാണ്. ഞാൻ അവിടെ കയറും എന്നൊരിക്കലും ലോകത്തിൽ ഒരു മനുഷ്യനും പറയാൻ പറ്റില്ല. എങ്ങനെ കയറാൻ പറ്റും? അത് ഒരുപക്ഷെ ഇങ്ങനെ വല്ല സ്വപ്നത്തിലോ ഭാവനയിലോ ഒക്കെ ചെയ്യാനല്ലാതെ നമുക്ക് ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അതിന് സാധ്യമല്ലായിരുന്നു. അപ്പൊ ഒരിക്കലും അതൊരു മനുഷ്യൻ പറഞ്ഞതായിരിക്കില്ല എന്നാണ് പണ്ഡിതന്മാരുടെ ചിന്ത. 2-ാമത്, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും എന്നോട് പറഞ്ഞിരിക്കുക. ഈ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ പലപ്പോഴും ദൂതന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. അത് വെളിപ്പാട് പുസ്തകത്തിലും ദാനിയേൽ പുസ്തകത്തിലും ഒക്കെ നക്ഷത്രങ്ങൾ ദൈവത്തിന്റെ ദൂതന്മാരെ കുറിച്ച് പറയുന്നു. അപ്പൊ ദൂതന്മാർക്കും മുകളിൽ ഞാൻ കയറും. അപ്പൊ സ്വർഗത്തിലെ വാസികൾ എന്ന് പറഞ്ഞാൽ ദൈവത്തോടൊത്ത് വസിക്കുന്നത് ദൂതന്മാരാണ്. കെരൂബുകൾ അവിടെ വസിക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അവരുടെയും മുകളിൽ കയറുമെന്ന് പറഞ്ഞാൽ ദൂതന്മാരെക്കാൾ ഞാൻ അധികാരത്തിൽ എത്തും എന്നുള്ളത് തന്നെയാണ്. അതൊരു വ്യാമോഹമാണ്. തീർച്ചയായിട്ടും അത് അഹങ്കാരത്തിന്റെ ഒരു സൂചന കൂടിയാണ് ആ വാക്യം. 3-ാമത്തെ വാക്ക് ഇതാണ്, ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്റെ ഞാൻ ഇരുന്നരുളും. അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ തന്നെ കിടപ്പുണ്ട്. ദൈവത്തിന്റെ വാസസ്ഥലമാണ് ഈ ഉത്തരദിക്കിൽ ഇരിക്കുന്ന സമാഗമ പർവ്വതം എന്ന് പറയുന്നത് വേദപുസ്തകം പറയുന്നു. അതിന്റെയും മുകളിൽ ഞാൻ കയറുമെന്നാണ് ഈ അരുണോദയ പുത്രൻ പറയുന്നത്. ഞാൻ അതിന്റെയും മുകളിൽ കയറും. അങ്ങനെ അത് പറഞ്ഞാൽ ദൈവത്തെക്കാൾ ഞാൻ അധികാരമുള്ളവനായി മാറുമെന്നാണ്. അപ്പൊ അതൊരു മനുഷ്യനും പറയാൻ പറ്റുന്നതല്ല. അപ്പോ ആ മനുഷ്യന് പിറകിൽ വ്യാപരിച്ചൊരു ശക്തിയുണ്ടെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. മറ്റൊന്ന്, ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. മേഘം എന്നത് ഒരുപക്ഷെ ദൈവമഹത്വത്തിന്റെ സാന്നിധ്യമായി ഷെക്കൈനെ കുറിക്കുന്നതാണ്. നമ്മൾ ഈ മുകളിൽ കാണുന്ന അന്തരീക്ഷത്തിൽ കാണുന്ന മേഘത്തെ കുറിച്ചല്ല. മേഘോന്നതം, അപ്പം 3-ാം സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മേഘത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അത് ദൈവത്തിന്റെ ഷെക്കൈനെയാണ്. അപ്പൊ അതിന്റെ മീതെ കയറുമെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തേജസ്സിന്റെയും മുകളിൽ. അതോ ഒരല്പം കടന്ന കൈയായി പോയി, അതൊരു അല്പം അഹങ്കാരമായി പോയി. അപ്പൊ അവിടെയും ഞാൻ കയറുമെന്നാണ് പറഞ്ഞത്. പിന്നെ അവസാനം നമുക്ക് ചിന്തിക്കാനുള്ള ഒരു സെന്റൻസ് ഇതാണ്, ഞാൻ അത്യുന്നതനോട് സമനാണ്. അത്യുന്നതൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉയർന്നവൻ, ലോകത്തിലെ ഏറ്റവും ഉയർന്ന അബ്രഹാമിനാണ് ദൈവം അങ്ങനെ അത്യുന്നതനായ ദൈവം. അപ്പോ തീർച്ചയായിട്ടും അത്യുന്നതനോട് സമമാകും എന്ന് പറഞ്ഞാൽ ഞാൻ ഉന്നതനായ ദൈവത്തോട് സമനാകും. അത് ഒരിക്കലും ഒരു മനുഷ്യന് പറയാൻ പറ്റില്ല.
അതുകൊണ്ട് തീർച്ചയായിട്ടും പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാല് ഈ ബാബേൽ രാജാവിന്റെ പിന്നിൽ, അത് നമ്മള് നെബൂഖദ്നേസറാണെങ്കിലും കൊള്ളാം, നബൂഖദ്നേസർ ആണെങ്കിലും കൊള്ളാം, അവന്റെ പിറകിൽ വ്യാപരിച്ച ഒരു ശക്തി, അത് ദൈവത്തിനെതിരെ വ്യാപരിച്ച ഒരു ശക്തിയാണ്. ദൈവത്തെക്കാൾ വലുതാകാൻ ആഗ്രഹിച്ച ഒരു ശക്തിയാണ്. ദൈവത്തിന്റെ അധികാരം പിടിച്ചെടുക്കാൻ ആഗ്രഹിച്ച ഒരു ശക്തിയാണ്. അത് യഥാർത്ഥത്തിൽ ലൂസിഫറാണ്. അത് ആ ലൂസിഫർ പിശാചാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് മാത്രമല്ല, എസെക്കിയേൽ പ്രവചനത്തിലും നമുക്ക് കൃത്യമായ ഒരു റെഫറൻസ് കിട്ടുന്നുണ്ട്. ഈ രണ്ട് വേദഭാഗങ്ങൾ കൊണ്ടാണ് പിശാചിനെ കുറിച്ച് നമ്മൾ ഏതാണ്ടൊക്കെ പഠനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഗം. അതുകൊണ്ട് ഈ പലരും ചിന്തിക്കുന്നത് പോലെ ലൂസിഫർ എന്നുള്ള പദം വേദപുസ്തകത്തിൽ നമ്മുടെ വേദപുസ്തകത്തിൽ നമ്മൾ പരിധിയാൻ കണ്ടെത്താൻ പറ്റുകയില്ല. ഇംഗ്ലീഷിലോ മലയാളത്തിലോ നോക്കിയാൽ കിട്ടുകയില്ല. അത് ലത്തീനിൽ നിന്നൊരു പദമാണ്. അർത്ഥം അരുണോദയപുത്രൻ. അപ്പോ സപ്തന്റെ യഥാർത്ഥ പേര് അരുണോദയപുത്രൻ എന്ന് പറഞ്ഞാൽ പ്രഭാതത്തിന്റെ. അതിന്റെ ലാറ്റിൻ പേരായ ലൂസിഫർ എന്ന് നമ്മൾ വിളിക്കുന്നതിലും തെറ്റില്ലായിരുന്നു തോന്നുന്നു. തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. ആ നിലയിലാണ് ആദ്യം മുതൽ തന്നെ ദൈവശാസ്ത്രത്തിലാണെങ്കിലും പിന്നത്തേതിൽ ലൂസിഫർ എന്നുള്ളത് പിശാചിനെ കുറിക്കാൻ ഉപയോഗിച്ചു വരുന്നത്. താങ്ക് യു പപ്പ, താങ്ക് യു സോ മച്ച് ഈ ഒരു അറിവ് നമ്മളോട് പങ്കുവെച്ചത്.